ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ്. ഞങ്ങളുടെ രണ്ടാളും എണീറ്റ് വന്നിട്ടുണ്ട്. എണീറ്റ് വന്നപ്പോഴേക്കും മമ്മിയും ഡാഡിയൊക്കെ ഒന്നും ഇല്ല, അവർ പള്ളിയിൽ പോയേക്കണേ. ഇനി അവർ വന്നതിന് ശേഷമാണ് ഞാൻ പള്ളിയിൽ പോകേണ്ടത്. കാരണം ചെക്കനെ ഏൽപ്പിക്കണമല്ലോ. ഹലോ നിക്കിളി. എണീറ്റ് വന്നത് ഞങ്ങൾ പ്രാർത്ഥിച്ച് നേരെ സിറ്റൗട്ടിൽ വന്നിരുന്നിട്ട് വണ്ടിയൊക്കെ പോണതും കിളികളൊക്കെ പറക്കണതും കാണാൻ വേണ്ടി ഞങ്ങൾ ഇരുന്നിട്ട് അതിനുശേഷം കുഞ്ഞിക്കിളിയുടെ ഡയപ്പറൊക്കെ ഒന്ന് മാറ്റി ഞാൻ അവനൊന്ന് ഫ്രഷ് ആയി കൊണ്ടുവന്നിട്ടാ. ഞായറാഴ്ച ആയതുകൊണ്ട് സാധാരണ ഞങ്ങൾ എല്ലാവരും കൂടെ ഒന്നിച്ചാണ് പള്ളിയിൽ പോകാറുള്ളത്. പക്ഷേ ഇപ്പോഴായിട്ട് കുഞ്ഞിക്കിളിക്ക് ഭയങ്കര അടച്ചിൽ. കുർബാന കാണാനൊന്നും സംഭവിക്കില്ല. പറമ്പ് മുഴുവൻ ചുറ്റിക്കോട്ടെ, അപ്പോൾ ആദ്യം കുർബാന കാണാൻ പറ്റുള്ളൂ. അപ്പോൾ പിന്നെ മമ്മിയും ഡാഡി ആദ്യം പോയിക്കോന്നും പറഞ്ഞിട്ട് അവർ ആദ്യം പോയി. അതിന് ശേഷമാണ് ഞാൻ പോകാൻ നിന്നത്. മമ്മി വന്നപ്പോഴേക്കും കുഞ്ഞിക്കിളിനെ മമ്മിയുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് ഞാൻ റെഡിയാവാൻ വേണ്ടി പോയിട്ടാ. പെട്ടെന്നൊരു കുളിയും കുളിച്ച് ഞാൻ ഇറങ്ങിയിട്ടുണ്ട്. കാരണം സമയമായിട്ടുണ്ടായിരുന്നു, ഒരു തിക്കും തിരക്കും ആയി പോയിട്ടോ. മമ്മി വന്നപ്പോൾ ഇച്ചിരി ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. എൻ്റെ നെറ്റിക്കത്തേക്ക് ഊരി നോക്കി എൻ്റെ അമ്മ ഇങ്ങനെ എന്നെ പൊങ്ങിയിരിക്കും കണ്ടിട്ട് എനിക്ക് ഭയങ്കര വിഷമം കേട്ടാ. ഫേസൊക്കെ ആകെ ഒരുമാതിരി ആയിക്കൊണ്ടിരിക്കണം എൻ്റെ ഫേസ്. പിന്നെ ഞാൻ എന്തായാലും റെഡിയായി ഇറങ്ങിയിട്ടുണ്ട്. അപ്പോഴാണ് കുഞ്ഞിക്കിളി എന്നെ നോക്കിയിട്ട് മനസ്സിലായവർ ഞാൻ എവിടെ പോകാനാണെന്നുണ്ട്. അപ്പോൾ പള്ളിയിലൊക്കെ പോയിട്ട് വന്ന് ഞാൻ ഭക്ഷണം കഴിക്കാറുണ്ട്. അപ്പോഴേക്കും മുട്ടയും പുട്ടും മുട്ടക്കറിയുമായിരുന്നു കേട്ടോ. നമുക്ക് അത് കഴിച്ച് നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. 10:30 രണ്ടാമത്തെ കുർബാനായതുകൊണ്ട് തന്നെ 10:30 ആയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞപ്പോഴേക്കും. അത് നമ്മൾ തൊട്ടടുത്ത വീട്ടിലുള്ള കൊച്ചു വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവളെപ്പോഴും വരും കുഞ്ഞിക്കിളിനെ കളിപ്പിക്കാൻ വേണ്ടിയിട്ടാ. ഇനി ഞാൻ ഡ്രസ്സൊക്കെ മാറിയതിന് ശേഷം കുഞ്ഞിക്കിളിനെ ഒന്ന് കുളിപ്പിച്ചിട്ടിരിക്കുന്നുണ്ട്. രാവിലെ തന്നെ കുളിപ്പിക്കാൻ നേരത്തെ എണീറ്റ് വരുമ്പോൾ തന്നെ കുളിപ്പിക്കാൻ പറ്റില്ല, കാരണം ഭയങ്കര അടച്ചിലൊക്കെ ആയിരുന്നതുകൊണ്ട് ഞാനപ്പോൾ കുളിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഒരു 10:30 ഞാൻ പള്ളിയിൽ വന്നതിന് ശേഷം 10:11 മണിയൊക്കെ ആയപ്പോഴാണ് കുളിപ്പിച്ചത്. കാരണം ഇതിന് ശേഷം ഒരു കരച്ചിലും പിന്നെ ഒരു ഉറക്കമൊക്കെ ഉള്ളതാണ്. അതൊരു പതിവുള്ളതായതുകൊണ്ട് തന്നെ അതിന് ശേഷം ഞാൻ കുളിപ്പിക്കുന്നത് കേട്ടോ. ഡ്രസ്സ് ഇടുന്നതും ലോഷൻ തേക്കണമൊന്നും ചെക്കനെ ഇഷ്ടമല്ല. അപ്പം കരയും കേട്ടോ. ഉറക്കാങ്കടുത്ത് ചെക്കുന്നത് എൻ്റെ നെഞ്ചത്ത് കയറുന്ന ചവിട്ട് പിടിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അതേ മോണെ കാട്ടിയുള്ളവനെ ഞാൻ പറച്ചിൽ ഭയങ്കര രസമാണ്. എന്തായാലും ഉറങ്ങാനുള്ള ഉദ്ദേശമില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ആ ചെക്കനെ എടുത്തുകൊണ്ട് കിച്ചണിലേക്ക് പോയിട്ടാ. അതേ മമ്മി ഉച്ചക്കത്തേക്കുള്ള ചിക്കനൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കണായിരുന്നേ. നമ്മളെ പണി ഒരുവിധം തീരാറായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതവിടെ മസാല പുരട്ടി കുക്ക് ചെയ്ത് വെച്ചു. പിന്നെ ഇനി ബാക്കി കൂട്ട് ഉരുളക്കിഴങ്ങ് ഇത് വെച്ചിട്ടുണ്ട്. അപ്പൊ അരി വേണം നീ കിട്ടും ശരി തരാം. കുഞ്ഞിക്കിളിനെ കളിപ്പിക്കാൻ ഇവിടെ ആളുള്ളൂ കേട്ടോ. അത്രയും കൊണ്ട് പൊക്കിക്കൊണ്ട് നടക്കണേണ്. ഫ്രിഡ്ജിൽ കുറച്ച് തണ്ണിമത്തൻ ഇരിക്കണ്ടായിരുന്നു കേട്ടോ. എന്തായാലും ചൂടൊക്കെ ഇല്ലേ, അപ്പോൾ അതൊന്ന് കട്ട് ചെയ്തേക്കാന്ന് വിചാരിച്ചിട്ടാ. ഫ്രൂട്ട്സിൽ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഫ്രൂട്ടാണ് എനിക്ക് തണ്ണിമത്തൻ. ഭയങ്കര ഇഷ്ടം. പോരത് നല്ല തണുപ്പ് കൂടി ഉണ്ട്, അതിൻ്റെ കൂടെ നല്ല മധുരം കൂടി ഉള്ള പിന്നെ നല്ല രസമുണ്ട്. അപ്പോൾ ഞാൻ കട്ട് ചെയ്ത് ഡാഡിക്കും കൊടുത്തു. പിന്നെ ഞങ്ങളും അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കണേ കേട്ടോ. കുഞ്ഞിക്കിളിക്ക് ഫുഡ് കൊടുക്കാനുണ്ടായിരുന്നു. ആപ്പിളാണ്ട് ഞങ്ങൾ ഇടനേര ഭക്ഷണം ആപ്പിളാണ് ഞാൻ വേവിച്ച് കൊടുത്തത്. അപ്പോഴോർത്ത് കഴിഞ്ഞ ദിവസത്തെ റൈസില്ലേ, ഫ്രൈഡ് റൈസിന് റൈസ് കുറച്ച് ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അതിങ്ങനെ വെച്ചേക്കണ്ടല്ലോ, എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചു. അതൊന്ന് ജസ്റ്റ് ഒന്ന് ഉള്ളിലേക്ക് ഇട്ട് ഇങ്ങനെ ബിരിയാണി മസാലയൊക്കെ ഇട്ട് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഈ ഉള്ളി അരിയണ എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു കാര്യം എന്ന് വെച്ചാൽ എനിക്ക് വയ്യ. ആരെങ്കിലും ഉള്ളി അരിഞ്ഞ് ആ സൈഡിൽ കൂടി ഒന്ന് പോയാൽ മതി, അപ്പം എൻ്റെ കണ്ണെരിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക്, നിങ്ങൾക്ക് ഉണ്ടോ അങ്ങനത്തെ അറിയില്ല, കണ്ണ് അധികം എരിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തല ഇറങ്ങണ പോലത്തെ ഒരു ഫീലൊക്കെ വരണം. അപ്പം എന്തോ ആയിക്കോട്ടെ. അപ്പോൾ സവാളയൊക്കെ ഞാൻ അരിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും ഇടയ്ക്ക് ഒരാൾ വന്ന് ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കണ്ടിട്ടാ. ഞാനതിനകത്ത് നെയ്യും ഏലക്ക പട്ട സാധനങ്ങളെല്ലാം ഇട്ട് അതിൻ്റെ കൂടെ സവാളയും കൂടി ഇട്ട് ബിരിയാണി മസാലയും കൂടി ഇട്ട് വരട്ടിയെടുത്ത് നമ്മൾ റൈസും അങ്ങോട്ട് പുരട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും നാത്തൂനും പിള്ളേരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒട്ടും പ്രതീക്ഷിക്കാതെ വന്നെങ്കിലും ഭയങ്കര സന്തോഷമായിട്ടാ. കുട്ടികൾ ക്ലാസ് ഉള്ളതുകൊണ്ടും നാത്തൂനും ജോലിയുണ്ട്, ടീച്ചറാണ്. അപ്പോൾ പുള്ളിക്കാരി ഞായറാഴ്ച നോക്കി വന്ന് ഉച്ച സമയമായപ്പോഴേക്കും അവരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ഇങ്ങനെ ഇരുന്നിട്ട് വർത്താനമൊക്കെ പറഞ്ഞു. നല്ല രസമാണല്ലേ നമ്മുടെ വീട്ടിൽ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ വരണതും കുറേ നേരം നിൽക്കുന്നതും. ഒന്നാമത് എൻ്റെ വീട്ടിലെല്ലാവരും ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് ഇവിടെ വന്നപ്പോഴേക്കും ഞങ്ങൾ മാത്രമല്ലേ ഉള്ളൂ എന്നുള്ളൊരു വിഷമമൊക്കെ ആയിരുന്നു കേട്ടോ. ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആരെങ്കിലുമൊക്കെ വരണത് എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അപ്പം ഇവർ വന്ന സമയം എന്തായാലും കൊള്ളാം. ഞാൻ പറഞ്ഞ പോലെ റൈസ് ബിരിയാണി മസാല ഇട്ട റൈസും ഉണ്ടായിരുന്നു. തന്നെ പിള്ളേരെ പറ്റിക്കാൻ പറ്റി ചിക്കൻ ബിരിയാണി എന്നൊക്കെ പറഞ്ഞിട്ട്. അമ്മയുടെ ചിക്കൻ കറി അടിപൊളിയായിരുന്നതുകൊണ്ട് തന്നെ റൈസ് കൂട്ടി കഴിക്കാൻ പറ്റിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം ഞങ്ങൾ ഉച്ചമയക്കത്തിനുള്ള സമയം. ഉച്ചമയക്കമൊന്നും
ഒന്നുമില്ല, വെറുതെ കളിയാണ് ചെക്കന്. നേരത്തേക്ക് ഇടയ്ക്ക് എപ്പോഴൊക്കെ ഉറങ്ങണ ചെക്കനാണ്ട്. ഇപ്പം ഉറങ്ങാനൊക്കെ ഭയങ്കര മടിയാണ്. പിന്നെ ഞങ്ങൾ നല്ല കളിയിലായിരുന്നു കേട്ടോ. അപ്പോഴാണ് മമ്മി ഇതേ എണീറ്റ് വന്നപ്പോൾ ഇത് ഈ ഒരു ഐറ്റം ഉണ്ടാക്കി. ശർക്കരയും അരിപ്പൊടിയൊക്കെ ഇട്ട ഒരു കുറുക്കിൽ ഈ മണി പോലത്തെ സാധനം. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞോളൂ കേട്ടോ മമ്മീനോട്, മമ്മി ഇങ്ങനത്തെ സാധനം ഉണ്ടാക്കാൻ അറിയോ എന്ന് ജസ്റ്റ് ചോദിച്ചോളൂ. മമ്മി ഭയങ്കരമായിട്ട് അപ്പം തന്നെ ഉണ്ടാക്കി വെച്ചിട്ടാ. അടിപൊളി ടേസ്റ്റാണ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ചൂടോട് അങ്ങനെ കഴിച്ചപ്പോൾ എൻ്റെ പൊന്നെ സൂപ്പറായിരുന്നു കേട്ടോ. അതിന് നാത്തൂനും പോയി ഞങ്ങളതേ സിറ്റ് ഔട്ടിലിരുന്ന് കേട്ടോ. വൈകുന്നേരം ആയപ്പോഴേക്കും ആ മണി ബാക്കി ഉണ്ടായിരുന്നു, അത് മധുരം ഇടാത്തായിരുന്നു കേട്ടോ. അത് ഞാൻ ചിക്കൻ കറിയും കൂട്ടി കഴിച്ചിട്ടാ. പിന്നെ ഞങ്ങൾ രാത്രി കിടക്കായിരുന്നു. ഇപ്പോഴൊന്നും ഉറങ്ങണ ലക്ഷണമൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ അത്രേ